തെരഞ്ഞെടുപ്പ് അടുത്തതും ബി.ജെ.പിയിലേക്ക് നേതാക്കളുടെ കുത്തൊഴുക്കാണ് നടക്കുന്നത്. നേതാക്കൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളും ബി.ജെ.പിയിലേക്ക് ക്യൂ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ നേതാക്കൾ എത്തുന്നത് കോൺഗ്രസിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ്. ഇതെല്ലാം മോദി തരംഗം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് തന്നെയാണ്. ഹിന്ദി ഹൃദയഭൂമിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലും നേതാക്കളുടെ ബി.ജെ.പിയിലേക്കുള്ള കുത്തൊഴുക്ക് തുടരുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് രാംദോസിന്റെ പട്ടാളി മക്കൾ കക്ഷി ബി.ജെ.പിക്കൊപ്പം ചേർന്നിരിക്കുന്നു. PMK NDയുടെ ഭാഗമാണെന്ന് PMK ജനറൽ സെക്രട്ടറി വടിവേൽ രാവണാണ് അറിയിച്ചത്. പട്ടാളി മക്കൾ കക്ഷി സ്ഥാപിച്ച എസ് രാംദോസ് അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ അമ്പുമണി രാംദോസ് ആണ് ഇപ്പോൾ പട്ടാളി മക്കൾ കക്ഷിയെ നയിക്കുന്നത്. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ UPA ഭരിച്ചിരുന്നപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ആരോഗ്യമന്ത്രിയായിരുന്നു. തമിഴ്നാട്ടിൽ പിന്നോക്കക്കാരായ വണ്ണിയാർ സമുദായത്തിൽ നല്ല വേരോട്ടമുള്ള പാർട്ടിയാണ് PMK. തമിഴ്നാട്ടിൽ PMKക്ക് ഏകദേശം 6% വോട്ട് ബാങ്ക് ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി BJP PMK നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടത്തിവരികയായിരുന്നു. TTV ദിനകരന്റെ പാർട്ടിയായ അമ്മമകൾ മുന്നേറ്റ കഴകം തമിഴ്നാട്ടിൽ BJPയുമായി സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. O പന്നീർശെൽവവും BJPയുമായി സഖ്യ ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും മോദി തരംഗം രാജ്യമാകെ ആഞ്ഞടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ നേതാക്കൾ BJPയിലേക്ക് എത്തുന്നത് BJPക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇതോടെ വീണ്ടും മോദി ഭരണം ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.